ഹലോ, ഗുഡ് മോർണിംഗ്. റിയലി ഇന്നൊരു നൈസ് മോർണിംഗ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത്രയും ദിവസത്തെ തകർപ്പ മഴയ്ക്ക് ശേഷം ഇന്നിവിടെ വെയിൽ വീണു. രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്ത് ചായ എടുത്ത് ഇറങ്ങിയപ്പോൾ ദേ അമ്മേ എന്നൊരു വിളി. അവൻ എണീറ്റതാ മോൻ. അങ്ങനെ അവനാണെങ്കിൽ എണീറ്റ് എന്നെ കാണണം അപ്പം തന്നെ. അങ്ങനെ അവനും എടുത്തുകൊണ്ട് ചായ എടുത്ത് ഞങ്ങൾ ചെടിയുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. വലിയൊരു ഗാർഡനൊന്നുമല്ല, എന്നാലും എനിക്ക് ചെടിയുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു മനസ്സിനൊരു സമാധാനമാണ്, അതെവിടെ പോയാലും കിട്ടില്ല. ആ ചെടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പീസ് ഓഫ് മൈൻഡാണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ മോനും ഞാനും കൂടി ചെടിയുടെ ഇടയിൽ ഇങ്ങനെ നടന്ന് നമ്മുടെ പൂച്ചക്കുട്ടനും കൂടെ കൂടിയിട്ടോ. അവൻ രാവിലെ വാതിലോർന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ പുറകെയാണ്. അവനകത്ത് അങ്ങോട്ട് അങ്ങനെ കയറ്റാറില്ല എപ്പോഴും, കാരണം കുറച്ച് കുസൃതി കൂടുതലാണ്, അതുകൊണ്ടാണ് കയറ്റാത്തതകത്ത്. അപ്പോൾ പുറത്താണ് ആൾ. അപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞാലേ അകത്തോട്ട് ഓടി വരും. അങ്ങനെ ഞങ്ങളുടെ പുറകെ നിന്ന് വിട്ട് മാറാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. അങ്ങനെ മോനിടയ്ക്ക് വാശിയൊക്കെ ആയിരുന്നു, ഉറങ്ങി എണീറ്റ ഒരു ശീലക്കേട് പതിവാണ്. അത് പിന്നെ മാറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെ പിന്നെ അവൻ റിലാക്സ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്, പിന്നെ അവൻ ആക്റ്റീവായി കളിക്കാൻ തുടങ്ങിക്കോളും. അങ്ങനെ അവനെ എൻ്റെ കൂടെ ഇങ്ങനെ കൂടി ചെടികളൊക്കെ നോക്കി നടക്കാനായിട്ട്. പണ്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. ഈ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ സ്പോർട്സിലൊക്കെ ആക്റ്റീവായ ഒരാളായിരുന്നു കേട്ടോ. വല്ലാത്തൊരു എനർജി ആയിരുന്നു സ്പോർട്സ്. ഒരുപാട് ഓർമ്മകൾ അതിലുണ്ട്. വെയിലായാലും ശരി, അതിപ്പോൾ മഴയായാലും ശരി, ഞങ്ങളെ സാർ ഓടിക്കും. പ്രാക്ടീസിലൊരു കോംപ്രമൈസും ഇല്ല. ക്ലൈമറ്റ് ഏതായാലും ശരി, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പഴയ ഓർമ്മകളെല്ലാം അയവിറക്കി ഈ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് അങ്ങനെ ഇരുന്നു പോയി. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.